സഹാബികൾ 20 നമസ്കരിച്ചു, മുജാഹിദുകൾ അതിനെ 8 പിന്നെ 11 പിന്നെയും 8 പിന്നെയും 11 വെറുതെ അങ്ങോട്ട് പറയണേ. ധാരാ ഓരോ കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ചും കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്തേ പറഞ്ഞോളൂ, മാക്കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അതൻ. റമളാനിലോ അല്ലാത്തപ്പോഴോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 11 അധികം വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല. അത് 8 ആ നമസ്കാരവും ബാക്കി 3 വിത്തുറ. അത് ചിലപ്പോൾ 8 എന്ന് പറയും, ചിലപ്പോൾ 11 പറയും, രണ്ടുപാടെ കൂട്ടി വന്നാൽ 11 ആവും. അത് അത്രേ ഉള്ളൂ ആ വിഷയം. അതിനങ്ങൾ ചിലപ്പോൾ 8 എന്ന് പറഞ്ഞു പിന്നെ 11 ആക്കി പിന്നെ 8 ആക്കി. അതൊക്കെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയാം. വിത്ർ അടക്കം അവസാനം ഒറ്റയാക്കുമ്പോൾ 11 വരും. അതാ പ്രവാചകൻ നമസ്കരിച്ചത്. അതിനപ്പുറം പ്രവാചകൻ നമസ്കരിച്ചു എന്ന് സ്വഹീഹായ ഹദീസ് കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല. ഇനി എനിക്ക് ചോദ്യം കൂടി ഉണ്ട്. എന്താണെന്നറിയോ, ഫൈസൽ ഹസൻ പറഞ്ഞൊരു വാക്കുണ്ട്, സ്വഹാബികൾ 20 നമസ്കരിച്ചു. സ്വഹാബികൾ 20 നമസ്കരിച്ചു. ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ആ ഹദീസ് കൊണ്ടുവരണം. ഏതെങ്കിലും ഹദീസ് പറ്റൂല, സ്വഹീഹായ ഹദീസ്. സ്വഹാബത്ത് 20 നമസ്കരിച്ചു എന്ന് പറയുന്ന സ്വഹീഹായ ഹദീസ് കൊണ്ടുവരണം. ഇത് ഞങ്ങളുടെ ആവശ്യമാണ്. പിൽക്കാലത്ത് 33 നിസ്കരിച്ചു, 39 നിസ്കരിച്ചു, 42 അസ്കുകൾ പറഞ്ഞോളി, അതൊക്കെ ഉണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മക്കത്ത് അത്രണ്ട്, മദീനത്ത് ഇത്രണ്ട്, അതും പറഞ്ഞോളി, അതുകൊണ്ട് വിരോധമല്ല. സ്വഹാബത്ത് 20 നമസ്കരിച്ചു എന്ന വാക്കിന് നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. അത് ഞങ്ങളുടെ ആവശ്യമാണ്, ഞങ്ങളുടെ താല്പര്യവുമാണ്. പിന്നെ അടുത്തൊരു വിഷയം, സ്ത്രീ ജുമുഅ ജമാഅത്ത്. അതാണ് കാര്യമായിട്ട് അവരെ വിശദീകരിച്ചത്. മുജാഹിദുകൾ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്ത് തെറ്റിയിട്ടുണ്ട്. കാരണം എന്താണ്? അവർ പെണ്ണുങ്ങളെ പള്ളിക്കലേക്ക് പറഞ്ഞയക്കുന്നു. ഒരൊറ്റ സുഹാബിയുടെ ഭാര്യയും പള്ളിയിലേക്ക് പോയിട്ടില്ല. ഇതൊക്കെ ഒരു കാലത്ത് പറയായിരുന്നു. ഇന്റർനെറ്റ് സൗകര്യങ്ങളില്ലാത്ത, ആധുനിക മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്താൻ അറിയാത്ത ഒരു കൗമിന്റെ മുമ്പിൽ പണ്ടൊക്കെ പറയായിരുന്നു. ഇപ്പോഴും മൗലവിമാർ പറയുന്നുണ്ട്, മക്കത്തൊന്നും മദീനത്തൊന്നും ഒരു പള്ളിയിലും പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണില്ല, ഹറമിൽ ഇങ്ങനെ തവാഫിന് വേണ്ടി മാത്രം പോവുകയാണ്. ബാങ്ക് കൊടുത്താൽ പിന്നെ ബറ എന്ന് പറയാം, പെണ്ണുങ്ങളൊക്കെ പുറത്തു പോകുന്നു. ഈ ജാതി ബടായൊക്കെ ആരോടാ പറയണത്? ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് ഈ വിഷയത്തിൽ ചർച്ചയ്ക്കേ പ്രസക്തിയില്ല. കാരണം എന്താ? കേരളത്തിലെ സകല സമസ്തക്കാരെ പള്ളിയിൽ ഇത് പെണ്ണുങ്ങളുണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ അതിനെ എതിർക്കുന്നത്? ഇന്ന് ഏത് പള്ളിയിലാ പെണ്ണുങ്ങൾക്ക് സ്ഥലം തുറന്നു കൊടുക്കാത്തത്? സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള സ്ഥലം അല്ലേ, ബോർഡുകൾ ഇല്ലെങ്കിൽ നിങ്ങളില്ലാന്ന് പറയും. ഇവിടെ നിങ്ങൾ യാത്ര ചെയ്തോളി, നിങ്ങൾ അങ്ങോട്ട് തിരുവനന്തപുരത്തേക്കോ അങ്ങോട്ട് കോഴിക്കോട്ടേക്കോ ഓരോ പള്ളികളുടെ മുമ്പിൽ ബോർഡുണ്ടാവും. ചിലയിടത്തുണ്ടാവും യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള സ്ഥലം. യാത്രക്കാരി അല്ലെങ്കിൽ നിങ്ങൾ എന്താ കാട്ടുക? പിടിച്ച് മുണുങ്ങോ? ഒരു പെണ്ണ് യാത്രക്കാരിയല്ല, അവൾ അപ്പുറത്തുള്ള പെണ്ണ, ഓള് നിസ്കരിക്കാൻ വന്നു, നിങ്ങൾ എന്താ കാട്ടുക? നീ യാത്രക്കാരിയാണോ അല്ല നിങ്ങൾക്ക് തിരിച്ചറിയാം? അവിടെ നോക്കാൻ നിങ്ങൾ ആളെ നിർത്തുമോ? ഒരു സ്ത്രീ പുറത്തിറങ്ങി വരുമ്പോൾ അവൾക്ക് ജമാഅത്ത് തെറ്റിപ്പോകരുത്, നമസ്കരിക്കാനുള്ള സൗകര്യം വേണം, അത്ര അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിന് പേരിൽ എടവണ്ണയിൽ ആടെ ആദ്യം പോയി, ഇവിടെ മഞ്ചേരിയിൽ 2ാമത്തെ പോയി, നിലമ്പൂരിൽ 3ാമത്തെ പോയി, ഇങ്ങനെ പഞ്ചായത്തിന് കണക്കെടുക്കണതിനാ? നമുക്ക് 1400 കൊല്ലം മുമ്പ് മടങ്ങാം. അവിടുന്ന് അല്ലേ വരേണ്ടത്? എന്താ പ്രവാചകൻ പറഞ്ഞത്? നിങ്ങളുടെ ഭാര്യമാർ സ്ത്രീകൾ പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ ഫലാ തംനഅഹാ, നിങ്ങൾ തടയാൻ പാടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശമാണ്. ഗ്രഹണ നമസ്കാരത്തിൽ സ്ത്രീകളുണ്ട്, ജുമുഅ നമസ്കാരത്തിൽ സ്ത്രീകളുണ്ട്. ചില സ്വഹാബി വനിതകൾ പറയാ, ഞങ്ങളൊക്കെ ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്നുള്ള ആ സൂറത്തിനെ കാണാതെ പഠിച്ചത് മിമ്പറുമെന്ന് പ്രവാചകന്റെ ഖുതുബയിലുള്ള ആ സൂറത്ത് കേട്ടിട്ടാണ്, ഓതി കേട്ടിട്ടാണ്. അത്രത്തോളം പ്രവാചകന്റെ ഭാര്യമാരും ഹദീസിലില്ലേ, കുന്ന നിസാഉൽ മുഅ്മിനാത്തിൻ യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറൂത്തിഹിന്ന. മൂടുപടം ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ട് പ്രവാചകന്റെ കൂടെ സുബഹി നമസ്കാരത്തിന് പെണ്ണുങ്ങൾ പള്ളിയിലുണ്ടായിരുന്നു. ഈ ഹദീസ് വെച്ചിട്ടാ ഇമാം നവവി വിശദീകരിച്ചത്. ഈ ഹദീസിൽ തെളിവുണ്ട്. എന്താണ്? ഇരുട്ടുള്ള സമയത്ത്, സുബഹി ഇരുട്ടാണല്ലോ, ആ ഇരുട്ടുള്ള സമയത്ത് പള്ളിയിലേക്ക് പോകാമെങ്കിൽ പകൽ അൽ ഔല, അതിനേക്കാൾ പോകാൻ അർഹതയുണ്ട് എന്ന് ഇമാം നവവി വിശദീകരിക്കുന്നു. എന്നിട്ട് പറയാ, സ്വഹാബത്തിന്റെ ഭാര്യമാരാരും പള്ളിയിൽ പോയിട്ടില്ല, ഒരൊറ്റ പെണ്ണുങ്ങളും പള്ളിയിൽ പോയിട്ടില്ല. ഒരു കാര്യം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാന്യത വേണ്ടേ? പണ്ട് പറഞ്ഞിരുന്നത് എന്താ? അത് ഹിജാബിന്റെ ആയത്തിന് മുമ്പാ പോയിരുന്നത്, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയ ശേഷം പോയിട്ടില്ല. അത് ഇവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. ഇനി വന്നിട്ട് അത് അപ്പനെ ബാക്കി പറഞ്ഞു തരുന്നുണ്ട്.
അപ്പൊ ഹിജാബിന് എന്നാ ഹിജാബ് ആയത്ത് ഇറങ്ങിയതെന്നും അതിന് പിന്നെ ഓരോ ഡേറ്റ് വെച്ചിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു തരും. പെണ്ണുങ്ങൾ പള്ളിയിൽ പോയത് ഇവിടെ എന്താ പ്രശ്നം? പെണ്ണുങ്ങൾ പള്ളിയിൽ പോയ ഫിത്ന ഉണ്ടാവുന്ന, എന്നാ നൂല് മന്ത്രിക്കാൻ പോയാൽ ഫിത്ന ഉണ്ടാവൂല. അപ്പൊ ഉസ്താദ് ഒറ്റക്കുള്ളൂ, അതിൽ ഫിത്ന ഒന്നും ഉണ്ടാവൂല. പിന്നാണ് എഴുതിക്കാൻ പോയാലോ ഫിത്ന ഉണ്ടാവൂല. ബദ്രീങ്ങൾ ആണ്ടിന്റെ ഇറച്ചി വാങ്ങാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ പള്ളിന്റെ മുമ്പിൽ വരിവരിക്ക് നിൽക്കുമ്പോ മുസ്ലിങ്ങളെ അപമാനമില്ലേ? അപമാനല്ലേ? കൊട്ടിയും പാത്രവും ചട്ടിയും പൊടിച്ചിട്ട് ചോറിനും ഇറച്ചിക്കും വേണ്ടിയിട്ട് നമ്മുടെ ഉമ്മത്തിലെ സഹോദരിമാര് പള്ളിന് മുമ്പിൽ വരിവരിക്ക് നിൽക്കുക. ആർക്കും പ്രശ്നമില്ല. നിസ്കരിക്കാൻ പോയാൽ ഒരു വേറെ റൂമിൽ അവിടെ ഫിത്ന. അങ്ങനെ ഫിത്ന ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഫിത്ന ഉണ്ടാക്കണ ആ ഓനെ പിടിച്ച് കെട്ടിടാന്നല്ലാണ്ട് അള്ളാന്റെ റസൂൽ അനുവദിച്ചൊരു വിഷയം അത് തടയാൻ പാടില്ല. അത് തടഞ്ഞു വെക്കാനുള്ള അനുവാദം നമുക്ക് ആർക്കുമില്ല. അപ്പൊ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, പ്രവാചകൻ തടയരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇനി നമുക്ക് ഷാഫി മദ്ഹബിലേക്കൊന്ന് വരിക. അതാണ് ഇപ്പം മെയിനായിട്ട്. ഷാഫി മദ്ഹബിൽ എന്ത് പറയുന്നു? പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന ചെറിയ കിതാബ് മുതൽ വലിയ കിതാബുകളിലേക്ക് നമുക്ക് പോകാം. സുന്നത്തി ജമാഅത്തിന്റെ സ്വഹാബത്തിന്റെ മാർഗത്തിൽ ഞങ്ങൾ തെറ്റിയെന്ന് പറയാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് കൊണ്ടുവന്നൊരു വിഷയമാണല്ലോ ഇപ്പത് ശ്രീജുമുഅ ജമാഅത്ത്. കേട്ടോളൂ, ഷാഫി മദ്ഹബില് 10 കിതാബ് പേജ് 79 എന്താ പറയുന്നത്? പരിഭാഷയിലാട്ടോ, പരിഭാഷയും കാണാൻ 79, അതുപോലെ വേറെ വേറെ കിതാബിലുണ്ട്. ഇനി കേട്ടോളൂ, വയുക്റഹു ഹുദൂറുൽ മസ്ജിദി ലിമുസ്തഹാത്തിൻ വശാബത്തിൻ ലാ ഗൈരിഹിമാ ഇൻദ അംനിൽ ഫിത്ന. ഫിത്ന ഇല്ല എന്നുള്ള അവസ്ഥയുണ്ടാകുമ്പോ നിർഭയത്വത്തിന്റെ സാഹചര്യങ്ങളിൽ യുവതികളല്ലാത്ത കണ്ടാൽ കൊതിക്കാത്ത പെണ്ണുങ്ങൾക്ക് പള്ളിയിലേക്ക് പോകാം. അപ്പൊ ആർക്ക് വരാം? വല്യമാർക്ക് വരാനായി. ഈ യുവതികളും കൊണ്ട ഇൻഷാ അല്ലാഹ് വല്യമാർക്ക് വരാനായല്ലോ. യുവതികൾക്കും കണ്ടാൽ ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങൾക്കും എവിടെ വരാം? പള്ളിയിലേക്ക് വരാം. ഇനി മഹല്ലി, നേരത്തെ പറഞ്ഞ പന്താവൂരിന്റെ പരിഭാഷ, അതിന് കേട്ടോളൂ, സൗന്ദര്യവും ആകാര സൗഷ്ഠവും നേരത്തെ പറഞ്ഞതിന്റെ മലയാള ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ജുമുഅക്ക് സന്നിഹിതരാകൽ കറാഹത്താണ്, വൃദ്ധകൾക്ക് പോകൽ സുന്നത്താണ്. ഏതാ സുന്നത്യമായത്ത്? പഠിച്ചു വെക്കി. ഇത് നമ്മൾ വെറുതെ 4 മണിക്കൂർ ബാ എന്ന് പറഞ്ഞ് പോയാ പോരാ. സുന്നത്താണെന്ന് പറഞ്ഞെന്താ? പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയാണ്. ആര് പറഞ്ഞു? KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ. സ്വന്തം എഴുതിയതാ? അല്ല, മഹല്ലി എന്ന കിതാബിന്റെ പരിഭാഷയാ. ഞങ്ങളത് തന്നെയല്ലേ പറഞ്ഞു. അത് ഞങ്ങൾ പറഞ്ഞ വഹാബികള്, നിങ്ങളത് പറഞ്ഞ അത് സുന്നത്തുമായി. ഇതേതാ ദീന്? ഇതെവിടുത്തെ നിയമ? അവസാനിച്ചില്ല, കേട്ടോളൂ. ജുമുഅയുടെ ചില ചിട്ടകൾ എന്നൊരു അധ്യായമുണ്ട് മഹല്ലിയിൽ. ജുമുഅയുടെ ഇതും പഠിച്ചിട്ട് പോയാൽ മതി. ഇതിപ്പോ നമുക്ക് വേറെ വായന, ഇപ്പൊ ആദ്യം 50,000 കരാർ എഴുതി ചെക്ക് വാങ്ങണ വായനോ നല്ലത്. ആരും ഒന്നും തരുവും വേണ്ട. ഇത് കാര്യം പഠിപ്പിക്കാനുള്ളതാ. കേട്ടോളി, ജുമുഅയുടെ ചില ചിട്ടകൾ ഒരു അധ്യായമാണ്. എവിടെ? മഹല്ലിയിൽ. എന്നിട്ട് അതിൽ കേട്ടോളിട്ടോ, ജുമുഅക്ക് പോകുന്ന സ്ത്രീ പുരുഷന്മാർ കുളിക്കണം. ആണുങ്ങൾ പോകുകയാണെങ്കിൽ എന്തിനാ പെണ്ണുങ്ങൾ കുളിക്കണത്? ആണുങ്ങൾ പള്ളിയിൽ പോകുകയാണെങ്കിൽ എന്തിനാ പെണ്ണുങ്ങൾ കുളിക്കണത്? ജുമുഅക്ക് മൊയിലേൽ വന്ന വാറ വിശദീകരിക്കട്ടോ. അത് വകുപ്പ് മാറിയാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകില്ല. വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെയും കയറാം. അതപ്പോ ഇവിടെ നോക്കി പദപ്രയോഗം എന്താണ്? ജുമുഅക്ക് പോകുന്ന സ്ത്രീ പുരുഷന്മാർ. അപ്പൊ വേറൊന്നുമല്ല, ജുമുഅ തന്നെയാണ്. ജുമുഅക്ക് പോകുന്ന സ്ത്രീ പുരുഷന്മാർ കുളിക്കണം. ആ സ്ത്രീനെ എന്തിനാണ് ഉൾപ്പെടുത്തിയത്? ഇത് ഞങ്ങൾ പറഞ്ഞാൽ തെറ്റായി, വഹാബിയായി, ശൈത്താന്റെ കൊമ്പിന്റെ ബാക്കിയായി. ഇതാ ഞാൻ പറഞ്ഞ്, പുരോഹിതന്മാർക്ക് നിലനിൽക്കണമെങ്കിൽ ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. സത്യം ഏതാ നാട്ടുകാർ ചിന്തിക്കൂല. അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് മാന്യമായിട്ട് ഞങ്ങൾ വീണ്ടും ഈ രൂപത്തിൽ വിശദീകരിക്കേണ്ടി വരുന്നത്. ഇത് കേട്ടോളൂ, ഗ്രഹണ നമസ്കാരം. സ്ത്രീകൾക്കും യാത്രക്കാർക്കുമെല്ലാം ഗ്രഹണ നിസ്കാരം സുന്നത്താണ്. സ്ത്രീകൾക്കും യാത്രക്കാർക്കും ഗ്രഹണ നിസ്കാരം സുന്നത്തുണ്ട്. ഇക്കാര്യം ഇത് പിന്നെ മഹല്ലി പരിഭാഷയില് KV വിശദീകരിക്കുക. KVM പന്താവൂർ അദ്ദേഹം പറയാണ്, ഇക്കാര്യം, ഏത് കാര്യം? സ്ത്രീകൾക്ക് സുന്നത്താന്ന് പറഞ്ഞല്ലോ. ഇക്കാര്യം ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാ ശറഹുൽ മുഹദ്ദബ്? ജിന്ന് ഗ്രൂപ്പ് ഇറക്കിയതല്ല. അത് ജിന്ന് ഗ്രൂപ്പ് ഇറക്കിയതല്ല. ശറഹുൽ മുഹദ്ദബ് 2ാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി, അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫുൻ നവവി, ആ പ്രഗത്ഭനായ പണ്ഡിതന്റെ കിതാബ ശറഹുൽ മുഹദ്ദബ്. അതിലുണ്ടെന്ത്? പെണ്ണുങ്ങൾ പോകൽ സുന്നത്താണ്. അത് ഞങ്ങൾ പറഞ്ഞപ്പോഴോ അത് ബിദഅത്തായി. ഞങ്ങൾ സുന്നത്തെ മാത്രം പുറത്തും പോയി. ഇതാണോ നീതി? ഇങ്ങനെയാണോ ദീൻ പഠിപ്പിക്കുക?
ഇങ്ങനെയാണോ ഞങ്ങൾ അഹ്ലു സുന്നത്തിന്റെ ആളുകളാണ്, അവർ സുന്നത്തമാത്തിന് പുറത്താണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാം? അപ്പോൾ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, പഠിച്ചിട്ട് വേണം വരാൻ എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇനി 10 കിതാബിലേക്ക് മടങ്ങി വരിക. പെണ്ണുങ്ങൾ പള്ളിയിൽ വന്നാൽ എവിടെ നിൽക്കണം? നിയമം പഠിപ്പിക്കുന്നുണ്ട്, കേട്ടോളൂ. വൈൻ ഹളറ റിജാലും വസുബിയാനും വനിസാഉൻ യതഖദ്ദമു റിജാലു സുമ്മ സുബിയാനു സുമ്മ നിസാഉ. പള്ളികളിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾ ഹാജരായാൽ ആദ്യം റിജാല് പുരുഷന്മാരും വസുബിയാനും പിന്നെ കുട്ടികളും വനിസാഉൻ പിന്നെ പെണ്ണുങ്ങളും നിൽക്കണം. 10 കിതാബ്. പള്ളി ദർസിൽ ഒന്നാമത് പഠിപ്പിക്കുന്ന കിതാബിൽ പറഞ്ഞതാ. പിന്നെ അലവി സക്കാഫിന്റെ വിശദീകരണം എന്താണെന്നറിയോ? ഖുർആനില് പള്ളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫീഹി റിജാലുന്നാ പറഞ്ഞത് എന്നാ. അപ്പൊ പെണ്ണുങ്ങൾക്ക് പള്ളി ഹറാമാണ്. അങ്ങനെ ഇവിടുന്ന് കിട്ടുക? ഒരു സ്ഥലത്ത് റിജാല് പുരുഷന്മാർ എന്ന് കണ്ടാൽ പിന്നെ ബാക്കിയൊക്കെ ഹറാമാന്നുണ്ടോ? ഖുർആനിലെ എത്ര സ്ഥലത്ത് റിജാൽ? ഞാൻ ഓരോന്ന് എന്നെ ഞങ്ങൾ ചിരിച്ചു നീച്ചു പോകുന്നു. ഖുർആനിൽ എത്ര സ്ഥലത്തെ റിജാൽ ഉണ്ടെന്നറിയോ? വഅലൽ റിജാലുൻ, ആറാഫിൽ റിജാലുകളുണ്ട്. ആ പെണ്ണുങ്ങൾക്ക് ആറാഫ് ഹറാം. എങ്ങനെ വരിക? അവിടെ റിജാൽ എന്ന് പറഞ്ഞ ആളുകൾ എന്നാണ്. ആ വിശദീകരണം പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി റജുല് റിജാൽ എന്ന് പറഞ്ഞ് കഴിച്ചിലാകുകയാണ്. അപ്പൊ പിന്നെ ഈ റിജാല് ഇമാം നവവിക്ക് തിരിഞ്ഞില്ല, മഹല്ലി എഴുതിയ അതിന്റെ ഗ്രന്ഥകർത്താവിന് തിരിഞ്ഞില്ല, കെ.വി. മുഹമ്മദ് മുസ്ലിക്ക് തിരിഞ്ഞില്ല. അപ്പോ ഇതൊന്നുമല്ല വസ്തുത. ഇല്ലാത്ത ആരോപണം പറയാ, ഉള്ള സത്യം മൂടി വെക്കുക പണ്ട് ജൂതന്മാരുടെ സ്വഭാവമായിരുന്നത്. പല കാര്യങ്ങളും പലരും ഏറ്റെടുത്ത പോലെ ഇത് ഇങ്ങനെ ഏറ്റെടുത്തു എന്ന് മാത്രം. ഇനി കേട്ടോ, ഒരു സ്ത്രീയോ അല്ലെങ്കിൽ കുറെ സ്ത്രീകളോ ആണുള്ളതെങ്കിൽ അവരും ഇമാമിന്റെ നേരെ പിന്നിൽ നിൽക്കണം. ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ് ഇമാമോടൊപ്പം ഉള്ളതെങ്കിൽ പുരുഷനും ഇമാമിന്റെ വലതു ഭാഗത്തും സ്ത്രീ ആ പുരുഷന്റെ പിന്നിലും നിൽക്കണം. ഇത് പെരേര പള്ളിയിലാണ് എന്നല്ല നിങ്ങൾ വിശദീകരിക്കും ചിലപ്പോ. അല്ല, പള്ളിയിലേക്ക് വന്നാൽ എന്താ പറഞ്ഞത്? വൈൻ ഹളറ, ഹാജരായാൽ. എവിടെ? പെരയിലാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വേറെ ഹാജറാകാണ്ട്. അവിടെ എപ്പോഴും ഹാജർ തന്നെ, അവിടെ വേറെ ഹാജറാകാനൊന്നുമില്ല. ഇനി കേട്ടോളൂ, അവസാനിച്ചില്ല. ഇമാമിന്റെ പിന്നിൽ ആദ്യം പുരുഷന്മാരും പിന്നെ ആൺകുട്ടികളും പിന്നെ സ്ത്രീകളുമാണ് അണിനിരക്കേണ്ടത്. ഇതൊക്കെ മഹല്ലി പരിഭാഷ 2-ാം വാള്യം 183, 184, അതേപോലെ 81 10 കിതാബ് 378 2-ാം വാള്യം. ഇതൊക്കെ മഹല്ലിയിലും 10 കിതാബിലും വിശദീകരിച്ച കാര്യമാണ്. ഇനി സ്ത്രീകളുടെ ഇത്തികാഫ്. ഇനി എപ്പോഴെങ്കിലും പെണ്ണ് അങ്ങനെ എങ്ങനെയോ പള്ളിയിൽ എത്തിപ്പെട്ട് നിസ്കരിച്ചിങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ ആ ഹദീസ് കണ്ടപ്പോൾ ഇമാം നവവിയൊക്കെ എടുത്ത് കൊടുത്തതാന്ന് വെച്ചിട്ട് പെണ്ണുങ്ങളോട് ഇനി പോണ്ടാന്ന് പറയാനും ഒരു മാർഗമല്ല. കാരണം എന്താ? ഇത്തികാഫിനെ കുറിച്ച് പെണ്ണുങ്ങളെ നിയമം പറയുന്നുണ്ട്. ഇത്തികാഫ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും ഇരിക്കും. ഒരു 5 നേരത്തെ നിസ്കാരം എന്തായാലും വരും. ഒരാഴ്ച ഇരുന്ന ഒരാഴ്ചത്തെ നിസ്കാരം എന്തായാലും വരും. കേട്ടോളൂ. വലാ യസിഹു ഇഅ്തികാഫുൽ കാഫിരി, കാഫിറിന്റെ ഇഅ്തികാഫ് ശരിയല്ല. വൽ മജ്നൂനി, ഭ്രാന്തൻ ഇഅ്തികാഫ് ഇരുന്നാലും ശരിയാവുകയില്ല. വൽ മുഗ്മാ അലൈഹി, അബോധാവസ്ഥയിലുള്ള വ്യക്തി ഇഅ്തികാഫ് ഇരുന്നാൽ ശരിയല്ല. എന്നാ ബോധമില്ലാത്ത ഒരുത്തനെ പള്ളിയിൽ കൊണ്ടുപോയി ഇട്ടു. 3/4 മണിക്കൂർ കൊണ്ട് അവരെ എടുത്തും കട്ടന കൊടുന്നു. അവർക്ക് ബോധമല്ല, അത് ഇഅ്തികാഫ് ആവൂല. ഇത് ഇപ്പം തന്നെ പറഞ്ഞെന്തിനാണെന്നറിയോ? ഇനി മറുപടിക്ക് വരുമ്പോൾ അതൊന്നാവും വിഷയമായത്തോ അതീസാവുന്നാവില്ല മറുപടി. ബോധമില്ലാത്ത പള്ളികൾക്ക് പോകുമോ, ഇതുകൂടി തിരിച്ചറിയാത്ത വഹാബി എന്നൊക്കെ കാരണം പിന്നെ മറുപടി വരിക. ആ ജാതി പുളുക്കൊന്നും പോണ്ടാച്ചിട്ടാണ് ഇതൊക്കെ ഇപ്പം തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യണത്. ഇനി കേട്ടോ, പള്ളിയിലേക്ക് ഇത്തികാഫിറിന് ശരിയാകാത്തത് കാഫിർ, മജ്നൂന് ഭ്രാന്തൻ, വൽ മുഗ്മാ അലൈഹി ബോധം നഷ്ടപ്പെട്ടവൻ, പിന്നെ ആരാന്നറിയോ? വൽ ഹായിദ് ആർത്തവമുള്ളവൾ. ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഇത് ഉണ്ടാകുന്ന പെണ്ണുങ്ങൾക്കാ. ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഇത് ഉണ്ടാകലും പെണ്ണുങ്ങൾക്കാണ്. ആ ഹായിദുകളായ പെണ്ണുങ്ങളെ ഇത്തികാഫിറിന് ശരിയാവൂലെന്ന് ഇത് എന്തിനാ പറയണത് സുഹൃത്തുക്കളെ? ഇത് എവിടെ പറഞ്ഞു? 10 കിതാബിലാ. ഈ 10 കിതാബ് പറഞ്ഞാൽ എല്ലാക്കിന്റെ 10 എന്ന് കരുതണ്ട, ചെറിയ സാധന. എല്ലാവർക്കും വായിച്ചാൽ കിട്ടും അത്. ആദ്യം പഠിക്കണ കിതാബ്. ഞാൻ ഞങ്ങളുടെ നാട്ടിൽ മൂല്യന്മാരുണ്ട്. ഒരു ദിവസം ഞാൻ പോയി, ഉസ്താദിന്റെ അടുത്ത് പോയി. ഉസ്താദ് 10 കിതാബിൽ ഇങ്ങനെ കണ്ടല്ലോ. പിന്നെ അപ്പൊ നമ്മളെന്താ ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇതൊക്കെ വായിക്കലുണ്ട്, എന്നിട്ട് ഇതിനെതിരെങ്ങനെ നീങ്ങുന്നുണ്ട്, എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയാൽ ഇത് ശരിയല്ലല്ലോ. അതൊക്കെ വേറെ കിതാബുകളിലുണ്ട്. വേറെ കിതാബ് ഏതാ ചോദിച്ചു? മഹല്ലിയിലുണ്ട്. മഹല്ലി എടുത്ത് നോക്കുമ്പോൾ അതിൽക്കും കഷ്ടമാണ്. പിന്നെ ഇമാം നവവിന്റെ ശറഹുൽ മുഹദ്ദബ്, അദ്കാർ, ഓരോന്ന് പോകുമ്പോൾ ഇവർ ചെയ്യുന്ന എന്തൊക്കെ ഉണ്ടോ അതെല്ലാം സുന്നത്തിനെതിരാണ് എന്ന നിലക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് പണ്ഡിതന്മാരിലൊക്കെ കാണുന്നത്. ഞാൻ ചുരുക്കി പറഞ്ഞു അയാളോട്, നിങ്ങൾ ചെയ്യണമെന്ന് ശരിയല്ല കേട്ടോ.
കാരണം നാട്ടുകാർ നമ്മളെ എത്ര വിശ്വസിച്ചിട്ടാണ് കൊണ്ടു നടക്കുന്നത്. നമ്മളെ കാണുമ്പോൾ എണീറ്റ് നിൽക്കുക, ഉസ്താദാണ് വരുന്നു അല്ലേ. നമ്മളെ വീട്ടിൽ ചിലപ്പോൾ വളരെ പ്രയാസപ്പെട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എന്നാലും ഉസ്താദ് വരുമ്പോൾ എങ്ങനെയെങ്കിലും 2 കിലോ കോഴി വാങ്ങിയിട്ട്, ചിലപ്പോൾ ഉസ്താദിന് ഷുഗർ ആയിരിക്കും, ഞാൻ കൊഴുപ്പൊന്നും വേണ്ട, പഞ്ചാരൊക്കെ ഒഴിവാക്കി നല്ല ഒരു നിലയ്ക്ക് എങ്ങനെയൊക്കെ കാച്ചി വളരെ ബുദ്ധിമുട്ടിയിട്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ദീന് പഠിക്കുന്ന ആളുകളാണെന്ന് കരുതിയിട്ടല്ലേ. ആ കൗമിനെ നമ്മൾ പറ്റിക്കാൻ പറ്റൂ? ആ കൗമിനോട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയണ്ടേ? പച്ച കിതാബിൽ പറയാ ആർത്തവകാരി എത്തിക്കാപ്പിരുന്നാൽ ശരിയാവൂല. ഇനി ബാക്കി കുറെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ വിഷയം അപ്പം അതുള്ളൂ, അതുകൊണ്ട് അതെല്ലാം അവസാനിപ്പിക്കാം. ഇനി കേൾക്ക് നിങ്ങൾ 10 കിതാബിൽ വീണ്ടും കാണാം. പള്ളിയിലെ ശരിയാവൂ. ചില ആൾക്കാർ പറയാറുണ്ട് ഈ ഇഅ്തികാഫ് അത് പെരന്റെ ഉള്ളിൽ പെണ്ണുങ്ങളുടെ ഉള്ളിലെ റൂമിന്റെ ഉള്ളിലെ അറനെ പറ്റിയാണ് പറഞ്ഞത്. അല്ല, ഇഅ്തികാഫ് പള്ളിയിലെ ശരിയാവൂ. അതും 10 കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, 10 കിതാബ് അവിടെ വിടുക. ഇനി നോക്കി നിങ്ങൾ മിൻഹാജു താലിബീൻ, അതിൽ ഇമാം നവവി പറയാ വൽ ജദീദു അന്നഹു ലാ യസിഹു ഇഅ്തികാഫു ഇംറഅത്തിൻ ഫീ മസ്ജിദി ബൈതിഹാ. ഇമാം ഷാഫിയുടെ ജദീദായ ഖൗല്, പുതിയതായ അഭിപ്രായം. എന്താ ജദീദായ ഖൗല് പറഞ്ഞാൽ? ഇമാം ഷാഫി ആദ്യം പറഞ്ഞത് പിന്നെ തിരുത്തി പറഞ്ഞു. ഖദീമായ ഖൗലും ജദീദായ ഖൗലും. ആ ജദീദായ ഖൗൽ അനുസരിച്ചുകൊണ്ട് ഇഅ്തികാഫ് ശരിയാവുകയില്ല. എവിടെ? ഫീ മസ്ജിദി ബൈതിഹാ, പെരന്റെ ഉള്ളിൽ നമസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പള്ളിയിൽ ഇഅ്തികാഫ് പറ്റൂല. അപ്പൊ ഇഅ്തികാഫ് വരേണ്ടത് എങ്ങട്ടാ? പള്ളിക്ക് തന്നെ വരണം. ജുമുഅ നടക്കുന്ന പള്ളിയിലേക്ക് എത്തണം. അവിടുത്തെ നിയമം എന്താ? പെണ്ണുങ്ങൾ വരണമെങ്കിൽ ആർത്തവമുള്ളവളാകാൻ പാടില്ല. ഇത്രയും മഹ്കാമുകളും വിധിവിലക്കുകളും പഠിപ്പിച്ചിട്ട് ഒരു പെണ്ണിന് വേണമെങ്കിൽ പള്ളിയിലേക്ക് പോകാം, ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞതിന്റെ പേരിൽ വഹാബികളെ അവരെ പുത്തൻവാദികൾ എന്ന് പറഞ്ഞ്, വഹാബികളെ എന്ന് പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിനെ മോശമാക്കാൻ പല ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ശറഹുൽ മുഹദ്ദബിലെ ഒരു ഉദ്ധരണം കൂടി ഞാൻ വായിക്കാം, എന്നിട്ട് ആ ഭാഗം നിർത്താം. എന്താണെന്നറിയോ? വഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു അൽ ഇജ്മാഅ. ഇബ്നുൽ മുൻദിർ ഇജ്മാ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ചോദ്യമായിട്ട് ചോദിച്ചു എന്ന് എൻ്റെ ഓർമ്മ. അപ്പൊ അയ്മക്കടന്ന് അലൈസക്കാപ്പ് ഇങ്ങനെ കുറച്ച് കരണം അറിഞ്ഞു. കാരണം എന്താ അറിയോ? പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാം എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. ലോക പണ്ഡിതന്മാരുടെ സലഫുകളുടെ പണ്ഡിതന്മാരുടെ ഇജ്മാ, ഐക്യാഭിപ്രായമുണ്ട്. ആര് പറഞ്ഞു? ഇബ്നുൽ മുൻദിർ പറഞ്ഞു. വഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹുൽ ഇജ്മാഅ അലാ അന്നഹാ. എന്താണ് ഇജ്മാ ഉള്ള വിഷയം? അലാ അന്നഹാ ലൗ ഹളറത്ത്, ഒരു പെണ്ണ് പള്ളിയിൽ വന്ന് വസല്ലത്തിൽ ജുമുഅ നമസ്കരിച്ചാൽ ജാസാം, അത് അനുവദനീയമാകും. വഖദ് സബതത്തുൽ ഹദീസു സ്വഹീഹത്തുൽ മുസ്തഫീദ, സ്വഹീഹായ സുപ്രസിദ്ധമായ തർക്കിക്കാൻ വകുപ്പില്ലാത്ത കൃത്യമായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്ത്? അന്നൻ നിസാഅ കുന്ന യുസല്ലീന ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മസ്ജിദിഹി ഖൽഫ റിജാൽ. പ്രവാചകന്റെ പള്ളിയിൽ പുരുഷന്മാരുടെ പിന്നിൽ പെണ്ണുങ്ങളും നമസ്കരിച്ചത് സ്വഹീഹായ മുസ്തഫീദത്തായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മുസ്തഫീദത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അലൈഹി സക്കാഫിക്കൊക്കെ അറിയാം. ഇങ്ങനെ ഇജ്മാ ഉള്ള വിഷയത്തെയാണ് ഇവിടെ എതിർത്തുകൊണ്ട് സംസാരിച്ചത്. അപ്പൊ അത് ഞങ്ങൾ പറ്റുമെന്ന് പറഞ്ഞപ്പോഴോ ഞങ്ങൾ പുറത്തും ആയിപ്പോയി, സുന്നത്ത് ജമാഅത്തുമായി ബന്ധമില്ലാത്തവരായി.